അസ്സാം വലൈക്കും. സൈലു ഫർസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷത്തിലിരിക്കുക, സമാധാനത്തിലിരിക്കുക കേട്ടോ. ഇന്ന് ഞാൻ ഒരു ഐസ്ക്രീം ഫ്രൂട്ട് സലാഡിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, ഉള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഞാൻ ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്, കട്ടയായിരുന്നു കേട്ടോ പാല്. അപ്പം ഞാൻ അതിനെടുത്ത് നല്ലോണം തിളപ്പിച്ചിട്ടുണ്ട് പാല്. ഇനി ഞാൻ അതിലേക്ക് കസ്റ്റേർഡ് പൗഡറാണ് ഞാൻ മറ്റേ നമ്മുടെ പൈനാപ്പിളിൻ്റെ ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എപ്പോഴും ഞാൻ മാംഗോ ഫ്ലേവറാണ് ചെയ്യൽ, പൈനാപ്പിളിൻ്റെ ആണ് ഇപ്രാവശ്യം കിട്ടിയത്, അതുകൊണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിനെ ഒരു 3 സ്പൂണിൻ്റെ വലിയ സ്പൂണിൻ്റെ അളവിൽ ഞാനത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അളവ് വേണമെങ്കിൽ സ്പൂൺ ഇങ്ങനെ അളവ് കണക്കാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അളവ് കണക്കാക്കിക്കോളൂ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എങ്ങനെയാ വെച്ചാൽ നിങ്ങൾ എടുക്കുക കേട്ടോ. ഞാൻ അതിലേക്ക് ലേശം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ല ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ പാലോ എങ്ങനെ ഒഴിച്ചിട്ടായാലും ഇതിന് നമുക്ക് കലക്കിയെടുക്കാം കേട്ടോ. അതായത് പൊടിയൊന്നും ഉണ്ടാകാൻ പാടില്ല, നന്നായിട്ട് ഇളക്കി സെറ്റാക്കി കലക്കിയെടുക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇനി അതിൽ പൊടിയൊന്നുമില്ല, കട്ടിയൊന്നുമില്ല എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം കാച്ചി വെച്ച പാലോട്ട് നമ്മളിപ്പോൾ തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കാച്ചി വെച്ച പാലോട്ട് നമുക്ക് ഒഴിച്ച് വിടാം കേട്ടോ. കുറേശ്ശെ ഒഴിച്ചിട്ട്, പക്ഷേ അത് ഇളക്കണം കേട്ടോ. ഇളക്കി കഴിഞ്ഞാൽ നല്ലോണം കട്ട പിടിക്കും. പ്രത്യേകിച്ച് തീ കുറച്ച് വെക്കണം. തീ കുറച്ച് വെച്ച് കഴിഞ്ഞാലൊക്കെ പണിക്കിട്ടും, അടി പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അത് ഞാനൊരു കയ്യിൽ മൊബൈലാണ്. അപ്പോൾ അപ്പം തന്നെ ഞാൻ നല്ലോണം ഇളക്കി. എന്നാൽ തന്നെ കട്ട് ചെയ്യാൻ പോകുന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കട്ട് ചെയ്യാനൊന്നും ആയില്ല. അപ്പോഴൊക്കെ സിമ്മിലാണ് ഞാൻ ആക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്കത് ഫുള്ള് ആക്കി വെക്കേണ്ട കാര്യമില്ല, കാരണം നോർമൽ ചൂടിൽ തന്നെ അത് ആയി കിട്ടും. നല്ലോണം ഇളക്കി അതിൽ കട്ടയോ അല്ലെങ്കിൽ അടി പിടിച്ച അംശം ഒന്നും ഉണ്ടാകാൻ പാടില്ല. അടി പിടിച്ച അംശമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴേ രുചിക്കും ഫ്ലേവറിനൊക്കെ മാറ്റം വരും. പിന്നെ ഇതിൽ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിക്കുക, മിൽക്ക് മെയ്ഡ് വാനില എസൻസ് ഒക്കെ ഒഴിക്കുക. ഞാൻ അതൊന്നും ഉപയോഗിക്കുന്നില്ല. മക്കൾക്ക് 3-4 ദിവസം ലീവ് ഉണ്ട്, അപ്പോൾ അവർക്ക് കഴിക്കുക എന്നുള്ള ലെവലിൽ ഉണ്ടാക്കുകയാണ്. കുട്ടികൾക്ക് കൊടുക്കും മിൽക്ക് മെയ്ഡും വാനില എസൻസും ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ. ഗസ്റ്റുകളൊക്കെ വരികയെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതെല്ലാം ഒഴിക്കും. പക്ഷേ ഇതിൽ ഞാനൊന്നും ഒഴിച്ചില്ല, വെറും കസ്റ്റേർഡ് പൗഡർ മാത്രം, കസ്റ്റേർഡ് പൗഡർ പാലും പഞ്ചസാരയും മാത്രം ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, അതായത് മധുരം എത്ര വേണമെന്നുള്ളത് ഉണ്ടാവുമല്ലോ, ഞാൻ പൊടി കലക്കി കസ്റ്റേർഡ് കലക്കി പാത്രത്തിൽ തന്നെ കുറച്ച് പഞ്ചസാര എടുത്തു. എത്രയാണോ നമുക്ക് മധുരം വേണ്ടി അത്ര ഇടാം കേട്ടോ. പിന്നെ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മിൽക്ക് മെയ്ഡാണ് ഇതിലേക്ക് നല്ലത്. പക്ഷേ ഏതും നല്ലത് കുഴപ്പമില്ല കേട്ടോ, അതിൻ്റേതായ ഫ്ലേവർ ആയിരിക്കുന്നുള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഇതിലേക്ക് അതായത് കസ്റ്റേർഡ് പൗഡർ കലക്കി പാത്രത്തിൽ തന്നെ ആയിരുന്നു ഞാൻ പഞ്ചസാര എടുത്തിട്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാവരും അതവിടെ ഇളക്കി സെറ്റ് ആവട്ടെ കേട്ടോ. എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിങ്ങളെന്നെ എത്രത്തോളം എത്തിച്ചതെന്ന് എനിക്കറിയാം എൻ്റെ കൂട്ടുകാർ. അപ്പം നിങ്ങൾ വെറുതെ ഒരു ലൈക്ക് അടിച്ചതല്ലല്ലോ, എന്നെ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് അടിച്ചതല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തതല്ലേ. നിങ്ങൾ എൻ്റെ വീഡിയോ കാണണം, കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ വിലയേറിയ കമൻറ്റുകൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവണം. അതായത് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിഞ്ഞെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും ഇതിൽ മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കട്ടെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഓൾ എന്ന ബട്ടൺ അമർത്തുക. എന്നാൽ മാത്രമേ നമ്മളിട്ട വീഡിയോ എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ലൈവിലൊക്കെ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. ഉള്ളതുകൊണ്ടാണല്ലോ എന്നെ ഇത്രയും നിങ്ങളെത്തിച്ചത്. ചെറുതിൽ നിന്ന് ഇത്രയെങ്കിലും മോണിയാവാൻ എന്നുള്ള ലെവലിലേക്ക് നിങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് മക്കളെ നിങ്ങളുടെ കഴിവ് തന്നെയാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ നിങ്ങൾ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ കുക്കിങ്ങിനെ നിങ്ങൾ അംഗീകരിക്കുന്നു, ഞാൻ എന്ത് വീഡിയോ ഇടുന്നു അതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നു എന്നതിൻ്റെ ഒരൊറ്റ ഉദാഹരണമാണ് നിങ്ങൾ എന്നെ ഇത്രയും എത്തിച്ചത്. ഇത്രയും ലെവലിലോട്ട് നിങ്ങൾ എന്നെ എത്തിച്ചത്. ഇനിയും നിങ്ങൾ എന്നെ എത്തിക്കും എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. പലരും എന്നോട് പറയുന്നുണ്ട്, ഇത്തായുടെ ചാനലൊന്ന് മൂണിയായി കണ്ടെങ്കിൽ എന്ന് പറയുന്ന ഒന്ന് രണ്ട് മൂന്ന് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആഗ്രഹം അതും ഞാൻ സാധിച്ചു കൊടുക്കും. എൻ്റെ ചാനൽ മൂണിയാക്കണം എന്നുള്ളൊരു വാശി എനിക്കും തന്നെയുണ്ട്. അപ്പം ഞാൻ അതൊക്കെ കുറുകി ആയിട്ടുണ്ട്. ഇനി ഞാൻ അതിലോട്ട് വലിയൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ.
പാത്രത്തിൽ ഒരു ഓറഞ്ച് കളർ ഉണ്ടല്ലേ, അത് അച്ചാറ് ആയതാട്ടോ. പിന്നെ അത് എങ്ങനെ തേച്ച് ഉരച്ചിട്ടും അത് പോകണില്ല, എന്താണെന്നുള്ള അറിയില്ല. അച്ചാറിട്ടതായിരുന്നു അവിടെ ഞങ്ങൾ. അപ്പം കണ്ടോ, പാത്രത്തിലൊന്നും അടി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഞാൻ വലിയ പാത്രത്തിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, വലിയ ഡബറയിൽ. അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നിങ്ങനെ തട്ടി കൊടുക്കണം, കാരണം ഉള്ളിലൊക്കെ ബബിൾസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനൊക്കെ ഒന്ന് തട്ടിക്കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ട് ഇനി നമുക്ക് അതിനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഇങ്ങനെ ഇളം തണുപ്പിലാണെങ്കിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് കോരിക്കഴിക്കാം. അതായത് കട്ടയില്ലാണ്ട് ഇതിലേക്ക് ഫ്രൂട്ട്സ് ഇട്ടിട്ട് നമുക്ക് ഇളക്കിയിട്ട് നല്ല സെറ്റാക്കി കഴിക്കാം. അല്ല, അവിടെ പിള്ളേർക്ക് എപ്പോഴും കട്ടയായി നമ്മുടെ ഐസ്ക്രീം രൂപത്തിലാവുന്നതാണ് ഇഷ്ടം. ഇതുപോലെ ആവണം, എന്നിട്ട് അവർക്ക് അതൊന്ന് തോണ്ടിക്കഴിക്കണം. അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള എല്ലാ ഫ്രൂട്ട്സൊന്നുമില്ല, പഴം, അപ്പോൾ അതിലേക്ക് പഴം, ആപ്പിള്, മുന്തിരി, പിന്നെ ഉറുമാമ്പഴം, ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ കട്ടയായിട്ട് വേണം കുട്ടികൾക്ക്, അതാണ് ഇഷ്ടം. കാരണം ഐസ്ക്രീം പോലെ കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ ചെറിയവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കേട്ടോ. കാരണം ഞാൻ മീഷോന്ന് മേടിച്ച സ്പൂണാണിത്. നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ടീസ്പൂൺ ഇക്ക കൊണ്ടുവന്നതാണ് കേട്ടോ. ഇക്ക കഴിഞ്ഞ വരവിൽ ഇക്ക കൊണ്ടുവന്നതായിരുന്നു. കൊണ്ടുവന്ന് ഒരുപാട് സാധനങ്ങളുണ്ട്. ഞാൻ അങ്ങനെയൊന്നും വെളിക്ക് ഇറക്കാറില്ല, കാരണം പുതിയ അടുക്കള എന്നുള്ള ലക്ഷ്യമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ഇറക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം 2-3 വർഷമൊക്കെ ആയിട്ട് എടുത്ത് വെക്കുന്ന കാരണം കഴിഞ്ഞ വരവിൽ ഇപ്രാവശ്യത്തെ വരവിലൊക്കെ കൊണ്ടുവന്നതുണ്ട്. അപ്പോൾ ഞാനതൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ അതിലെ ഉള്ള ഐസ്ക്രീം ഞാൻ ഒരു പാത്രത്തിലിട്ട് നമുക്ക് വേണ്ട ഫ്രൂട്ട്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. മക്കൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അവർ സ്കൂളില്ല, 2-3 ദിവസം സ്കൂളില്ല. അപ്പോൾ അവർക്ക് ഇങ്ങനെ കഴിക്കാമല്ലോ. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അവർ ആവശ്യത്തിനെടുത്ത് അവർ കഴിച്ചോളും. പിന്നെ ഞാൻ ഈ വേണ്ടാത്ത ബേക്കറി ഇങ്ങനെയുള്ള ഐറ്റംസൊന്നും ഞാൻ മേടിച്ച് വെക്കാറില്ല കേട്ടോ. കുട്ടികൾക്കത് ഇഷ്ടമില്ല, അധികം ഇഷ്ടമില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ കഴിക്കും, കാരണം ഫ്രൂട്ട്സ് അവരുടെ വയറ്റിലോട്ട് എത്തുമല്ലോ. അങ്ങനെയൊക്കെ ഞാൻ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കും മക്കൾക്ക് നമ്മളല്ലാണ്ട് വേറെ ആരാല്ലേ, നമ്മുടെ മക്കൾക്ക് നമ്മളല്ലാണ്ട് വേറെ ആരാ ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക നമ്മുടെ കഴിവിൻ്റെ പരമാവധി. ഇക്ക പറയും അവരെന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്താണോ പറയുന്നത് അത് ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അതിന് എത്ര പൈസ ഇല്ലെങ്കിലും ഇക്ക എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിയിട്ട് ഇക്ക പൈസ അയച്ചു തരും കേട്ടോ മക്കൾ എന്താഗ്രഹം പറഞ്ഞാലും അത് ഉണ്ടാക്കി കൊടുക്കാനും അത് നേടിക്കൊടുക്കാനും. പിന്നെയോ ഞാൻ കടുംപിടുത്തം പിടിക്കുള്ളൂ, വേണ്ടക്ക അല്ലെങ്കിൽ വേണ്ടക്ക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര കടുംപിടുത്തം പിടിക്കുള്ളൂ. കാരണം അവർക്ക് പിന്നെ നമ്മളെല്ലാം ശീലിച്ചു കൊടുത്താൽ അത് ശരിയാവില്ലല്ലോ. അപ്പോൾ ഇക്ക പറയും മക്കളെടി നമ്മളെടുത്ത് നിൽക്കുമ്പോഴേ മക്കൾ വല്ലതൊക്കെ കഴിക്കുള്ളൂ. ഒരാളുടെ കൈകളിലെത്തിയാൽ അവർ കൊടുക്കുകയോ ഇല്ലയോ, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ജീവിതം സുരക്ഷിതമായിരിക്കുകയോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന, അതായത് കല്യാണം കഴിച്ച് പോകുന്നത് വരെ അവർക്ക് എന്ത് സന്തോഷമാണോ നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ആ സന്തോഷമൊക്കെ നമ്മൾ കൊടുക്കണം എന്ന് പറയട്ടോ. പക്ഷെ ഞാൻ ചീത്ത പറയും, പിന്നെ തല്ലുമൊക്കെ ചെയ്യും. ഞാൻ മക്കളിനെല്ലാം ചെയ്യാറുണ്ട്, സ്നേഹിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. ഇക്ക പറയുന്ന പോലെ തന്നെ നമ്മുടെ കയ്യിൽ അവരിയ്ക്കും വരെയല്ലുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ട സന്തോഷം നമ്മൾ കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ. വീണ്ടും പറയുന്നു, എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.